സോ ഐ സ്റ്റിൽ റിമെമ്പർ ദ ടൈം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള വെരി ഇനീഷ്യൽ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ഇൻ ദിസ് ക്ലൂലെസ് സ്റ്റേജ്. ലൈക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുറേ കാലം വെയിറ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞു. ഫൈനലി അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ, അതായത് ലൈഫിൽ എന്തൊരു വലിയ സാധനം അച്ചീവ് ചെയ്തൊരു മൊമെൻ്റായിരുന്നു. സന്തോഷമാണോ എക്സൈറ്റ്മെൻ്റ് ആണോ ഒന്നും അറിയില്ല. ഐ വെയിറ്റഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് മാരീഡ് എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഫൈനലി കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരിതാണോ അറിയില്ല. എൻ്റെ ഒരു ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചത്, കഴിഞ്ഞു ഫൈനലി കല്യാണം. അത്രയും വെയിറ്റ് ചെയ്ത് ഫൈനലി കഴിഞ്ഞു. അറിയണ ഒരാളെ കഴിച്ചെന്ന് വേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും എനിക്കൊരു മൊമെൻ്റ് ആയിരുന്നു. ഇത് കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഐ വാസ് ലൈക്ക്, ആരാ ഇത്, എന്താ ഇത് തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ച ആൾ, ഇതാണോ ഞാൻ പരിചയപ്പെട്ട ആൾ, എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ആൾ. അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു. ആ ഒരു ഫേസിലെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നു. എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞ ഫേസ്, എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്, ഹൗ എക്സൈറ്റഡ് ഇറ്റ് ഈസ്, ചലഞ്ചിങ് ആണോ, അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുക. ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യും. അവരുടെ അടുത്ത് കൂടി ഞാൻ പറയുന്നുണ്ടായിരുന്നത് എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ലൈക്ക് ഐ എം സ്റ്റിൽ ഇൻ ദറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫേസ് കേട്ടോ. മോർ ദൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താ നടക്കുന്നത്, സച്ച് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആയിരുന്നു അത്. അവിടെ പോകെ ലൈക്ക് ഒരു 2-3 മാസം എടുത്തു ഫൈനലി ഒരു ഗ്രൗണ്ട് ലെവലിലെങ്കിലും എത്താനായിട്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ലൈക്ക് നമ്മൾ കണ്ടതും ഇഷ്ടപ്പെട്ടതും അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻ്റാണ് വെൻ യു ആർ ലിവിങ് ടുഗദർ വിത്ത് സമ്മൺ. ഇതൊക്കെയും ചെന്ന് ഞാൻ പറഞ്ഞ് എത്തുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ വീട് മുഴുവൻ തറയൊക്കെ ക്ലീൻ ചെയ്തു തുടച്ചു. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തറയൊക്കെ തുടയ്ക്കുന്നത്. അങ്ങനെ കാരണം കുറേ കറയൊക്കെ ഓരോ ഭക്ഷണത്തിൻ്റെ കറകളും ഫ്രൂട്ട് ജ്യൂസസൊക്കെ വീണ്ടും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തറയെല്ലാം കഴുകി വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഹി വാസ് ഈറ്റിംഗ് ഫ്രൂട്ട്സ്. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ജ്യൂസസ് ഒന്നും താഴെ ഇടരുത്, സീഡ്സ് ഒന്നും താഴെ ഇടരുതെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ തുടച്ചതേ ഉള്ളൂ, ഇനി വീണ്ടും ഇപ്പം തന്നെ എനിക്കത് ഡേർട്ടി ആയി കാണാൻ ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചൺ ക്ലീൻ ചെയ്യാൻ നോക്കുന്ന നേരത്ത് എൻ്റെ കുറച്ച് കുരുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. ഇടയ്ക്ക് ചില സമയത്ത് ഞാൻ കുറച്ചും കൂടി പണ്ടത്തെ ഞാനായിരുന്നു വിചാരിച്ചു. അപ്പം ഞാൻ സ്നാപ്പ് ഔട്ട്, ഇത് എന്തുവാ കാണിച്ച് വെച്ചേക്കുന്നത്, ഞാനിപ്പോൾ തുടച്ചതല്ലേ കേട്ടോ, വീണ്ടും ആക്കിയെങ്കിൽ ഓക്കെ, എന്നാൽ ഒന്ന് വീണ്ടും തുടച്ചിടുക, അല്ലെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിടുക, എൻ്റെ പണിയൊന്ന് കുറയ്ക്കാമല്ലോ. ഇത്രയും ഇൻകൺസിഡറേറ്റ് ഇങ്ങനെ ആവാൻ പറ്റുന്നു, ഒരാൾ പണി ചെയ്തു പോയി വീണ്ടും മെസ്സി ആക്കിയിട്ടിടുക എന്നൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു കുറച്ച് മാസം മുന്നുള്ള ഞാനജന. പക്ഷെ ഒരു മൊമെൻറ്റിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഷുഡ് ഐ റിയാക്ട്, ലൈക്ക് ഇതിപ്പോൾ എന്താ ചെയ്യാനാ, നമ്മൾ ലൈക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനത് വീണ്ടും പറക്കിയിട്ട് വീണ്ടും കച്ച ഡസ്റ്റ്ബിനകത്ത് ഇട്ടു, എന്നിട്ട് തുടച്ച് വൃത്തിയാക്കി. സോ സംടൈംസ് മാരേജ് ഈസ് ദാറ്റ്.